പാർട്ടിക്കുള്ളിലെ മുഖ്യമന്ത്രി മോഹികളെ മുഴുവൻ വെട്ടിയൊതുക്കിയാണ് വി.ഡി. സതീശൻ മുന്നേറുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയിൽ പരിശോധിക്കുമ്പോൾ അറിയാം, അതുവരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിന്റെ എം.പി ആയ സുധാകരൻ ഈ പരിപാടിയിൽ ഒരിടത്തും കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം എന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ? അദ്ദേഹത്തിന്റെ ഒരു മോഹമാണല്ലോ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്നത്. സുധാകരൻ്റെ ഇപ്പോക്ക് പോകുകയാണെങ്കിൽ കോൺഗ്രസ് വിടാനാണ് ചാൻസ്. കാരണം ആ രീതിയിൽ സുധാകരനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കകത്ത് അവമാനിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോഴാണ് ഈ എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയോട്. അതെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കസ്റ്റഡിയിൽ ഇരുന്ന് എണീപ്പിച്ചു വിട്ടു. കറക്റ്റ്. അത് സുധാകരനെ മാത്രമല്ല, രാഹുൽ വരുമ്പോൾ ആദ്യത്തെ കസേര രാഹുലിനാണ്, രണ്ടാമത്തെ കസേര KCക്കാണ്. ഗാർഗയ്ക്ക് പോലും കസേര കൊടുക്കുകയില്ല. പുറകെ കസേരയിൽ ഇരിക്കാൻ രാഹുൽ കൈ നീട്ടുന്ന കണ്ടിട്ടില്ലേ? നാഷണൽ വാർത്താ സമ്മേളനങ്ങൾ നമ്പർ ജനക് പദക്കിൽ നടത്തുമ്പോൾ ഗാർഗ ഇത്രയും സീനിയർ മോസ്റ്റ് ലീഡർ, സീതാറാം കേസരി പോലുള്ള വളരെ സീനിയർ മോസ്റ്റ്, ഇത് അപ്പൂപ്പന്റെ പ്രായമുണ്ട് നെഹ്റുവിന്റെ കുടുംബത്തിലെ അതെ സീനിയറാണ്. ആ ഗാർഗയുടെ ഏറ്റവും പുറകെ ചെന്നിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് AICC പ്രസിഡന്റ് എന്ന് പറഞ്ഞ റബ്ബർ സ്റ്റാമ്പ് പോലെ വച്ചിരിക്കുന്നത്? ഇതാണ് കോൺഗ്രസിന്റെ അധപ്പതനം. അവരുടെ കുഴി അവർ തന്നെ തോണ്ടുന്നു. അർഹമായ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു സഭ നടക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനാണ് AICCയുടെ. കേരളത്തിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴോ അതിൻ്റെ ഒരു അധ്യക്ഷനാണ്. പക്ഷേ ആ ഒരു പരിഗണനയൊന്നും സുധാകരന് കൊടുത്തിട്ടില്ല. നമ്മൾ കോട്ടയം പത്രസമ്മേളനം കണ്ടിട്ടില്ലേ? അദ്ദേഹം പ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നേരെ വി.ഡി. സതീശൻ എല്ലാ മൈക്കും കൂടി പ്രസ് വലിച്ചു നീക്കി അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ചു. വീണ്ടും സുധാകരൻ ആ മൈക്കുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇത് KC വി.ഡി. സതീശൻ ബാന്ധവമാണെന്ന് കേരളത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ വി.ഡി. സതീശനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും AICCയുടെ ഒരു അവതാര പുരുഷനായിട്ട് ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ട് KC സംസ്ഥാന മുഖ്യമന്ത്രിയാകും. അപ്പോൾ അധികാരം കിട്ടിയാലല്ലേ അവർക്ക് ഇത്തരത്തിൽ കിട്ടുള്ളൂ. അവരിപ്പോൾ അഹങ്കരിക്കുന്ന ഹുങ്കന്ത ത്രിതല തിരഞ്ഞെടുപ്പിൽ അവർക്ക് 8% വോട്ട് കൂടുതൽ കിട്ടി. പല പഞ്ചായത്തുകളും അവർക്ക് ഭരിക്കുന്നു. കിട്ടാതിരുന്ന ചില കോർപ്പറേഷനുകളിൽ അവർ ഭരിക്കുന്നു, മുനിസിപ്പാലിറ്റികളിൽ ഭരിക്കുന്നു. ഈ ഒരു ഹുങ്കാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള. വി.ഡി. സതീശൻ അഹങ്കരിച്ച് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ തുച്ഛമായ വോട്ടുകൾക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും എല്ലാം തലയിൽ കൂടി മുട്ടാക്കുമുട്ടുകൊണ്ട് പോയി കാണുന്നതും ഇതുപോലുള്ള അവരുടെ മതസമ്മേളനങ്ങളിൽ പോകുന്നതും. അപ്പം അതേസമയം ഇത്തരം മതസമ്മേളനങ്ങളിൽ പോകുന്ന ആൾക്കാരൊന്നും തിരുനാവ പോലുള്ള സ്ഥലത്ത് പോയിട്ടില്ല. അപ്പം അറിയാം, മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ വി.ഡി. സതീശൻ ഇവിടുത്തെ എല്ലാം അസംബ്ലിയിൽ ഒന്നടങ്കം അഴിമതികൾ കൊണ്ടുവന്നിട്ടുള്ളത് സതീശൻ. അഴിമതികൾ കൊണ്ടുവന്നിട്ടുള്ള സതീശൻ മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അഴിമതിയുടേത് തുരന്നെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. പ്രതിപക്ഷ നേതാവ് മുന്നായിരുന്നുവെങ്കിലും ചില സമയങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എടുത്തത് KPCCയുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. KPCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ അങ്ങേയറ്റം ഗ്രൂപ്പിസം കൊണ്ട് തകർന്നു കിടന്ന കോൺഗ്രസിനെ പുനർജീവിപ്പിച്ചത് സുധാകരനാണ്. അത് നമുക്കറിയാം. സുധാകരൻ്റെ ആംബിയറും കാര്യങ്ങളും കണ്ണൂരിൻ്റെ തട്ടകമാണ് സുധാകരൻ്റെ തട്ടകം. വി.ഡി. സതീശൻ്റെ എറണാകുളം പോലെ അല്ല. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പോലും സുധാകരൻ വേണമെങ്കിൽ വന്നാൽ മതി എന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത്, പുതിയ പ്രസിഡന്റ് പറയുന്നത്. കണ്ണൂരിൽ വിജയിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നല്ല, കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം കിടപിടിച്ച് നിൽക്കുവാൻ, അതേപോലെ തണ്ടും തടിയും വാക്കുകളും ഓഫീസേഴ്സിനെയും നമുക്കറിയാം. പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി സുധാകരൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാർ അറസ്റ്റ് ചെയ്തപ്പോൾ വാക്കുകൾ നമ്മൾ കേട്ടതില്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു കെൽപ്പും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണൂർ പ്രവർത്തിക്കുവാനൊക്കെയുള്ളൂ. ഇത്തരം കഴിവുള്ള നേതാക്കൾ, ശശി തരൂരായാലും സുധാകരനായാലും, ഇങ്ങനെ തുറന്നു പറയുന്ന നേതാക്കൾ പടിക്ക് പുറത്താണ് കോൺഗ്രസ്. ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യം വലിയ ജനാധിപത്യമാണ്, സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന കോൺഗ്രസ്സാണ് എപ്പോഴും ഇടത് കൈയിൽ ഭരണഘടനയും കൊണ്ട് നടക്കുന്ന പാർട്ടി
അവരുടെ അകത്ത് തന്നെ ജനാധിപത്യ സ്വാതന്ത്ര്യമില്ല. അവരുടെ നേതാക്കൾക്കകത്ത് തന്നെ വിമർശനമാണ്. ആരാണോ ജനപ്രതിനിധിയായിട്ട് വരുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടെങ്കിൽ അവരെ ജനപ്രീതി ഇടിച്ചു കാണിക്കുവാൻ, അവരുടെ പഴയകാല അഴിമതി കഥകൾ അവർ വളരാതിരിക്കുവാൻ ഇവർ തന്നെ പത്രക്കാർക്ക് പുറത്തു കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ പല കാര്യങ്ങളും നമുക്കറിയാം. കോൺഗ്രസ്സിലെ സുധാകരൻ്റെ പഴയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ അലക്കണമെങ്കിൽ എതിർ വിഭാഗം പുറത്തു വിടുന്നതാണ്. അതുപോലെ അവരുടേത് തിരിച്ചു വരുന്നെങ്കിൽ വി ഡി സതീശൻ്റെത് മറ്റുള്ളവർ പുറത്തു വിടുന്നതാണ്. ഇപ്പോൾ പലതും സോഷ്യൽ മീഡിയ അലക്കുന്നില്ലേ. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്നൊരു വിഴുപ്പലക്കൽ കമ്മിറ്റിയാണ്. ആരാണോ വളർന്നു വരുന്നത് അവരെ വെട്ടിമാറ്റി പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KCയുടെയും മുകളിൽ നിന്നുള്ള അഭിപ്രായം അനുസരിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കേരളത്തിന് വേണ്ടി യാത്ര ചെയ്യുവാൻ. അപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടി ഭരിച്ചത് പഴയ കേരളത്തിലോ, കെ കരുണാകരൻ സാർ ഭരിച്ചത് പഴയ കേരളത്തിലോ, AK ആൻ്റണി സാർ ഭരിച്ചിരുന്നത് പഴയ കേരളത്തിലോ, ഇപ്പോഴേ ഇവർക്ക് പുതിയ കേരളം എന്നുള്ള ചിന്ത വരുന്നുള്ളൂ. ഇതുവരെ പഴയ കേരളമായിരുന്നു. അപ്പോൾ ആ വാക്കുകൾ തന്നെ ആലോചിച്ച് നോക്കാം. ഇവ കാലാകാലങ്ങളിൽ കേരളം ഭരിച്ചിരുന്നത് LDF UDF. അത് BJPയുടെ നിതിൻ നവീൻ സൂചിപ്പിക്കുകയുണ്ടായി. കാലാകാലങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയാണ് കേരളം ഭരിച്ചിരുന്നത്. ഇവിടെ ഒരു മൂന്നാമതൊരു പാർട്ടി ഭരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കേരളത്തിലൊരു മൂന്നാം ശക്തി വളരുന്നു എന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും മനസ്സിലായത് കൊണ്ട് അസംബ്ലി ഈ ത്രിതല തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയത് കൊണ്ട് ഇനി കുറച്ചുകൂടി ഭൂരിപക്ഷം കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ കേരള യാത്ര നടത്തുന്നത്. ഈ യാത്ര അതിനുപരി ചില കോൺഗ്രസ് നേതാക്കളുടെ തലവെട്ടുവാൻ വേണ്ടിയുള്ള യാത്രകളാണ്. അല്ലെങ്കിൽ ആലോചിക്കാം, കേരളത്തിൻ്റെ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന K സുധാകരൻ്റെ ജില്ലയിൽ വരുന്നപ്പോൾ അദ്ദേഹത്തെ അവഗണിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് അവിടെ പ്രസംഗിക്കുവാനും എല്ലാം. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു യോഗത്തിനും ഇതുവരെ പങ്കെടുത്തിട്ടില്ല സുധാകരൻ. അപ്പോൾ സുധാകരൻ ഔട്ടാണ്. സുധാകരൻ എന്ന് വേണോ? വെള്ളാപ്പള്ളി നടേശൻ പലതവണ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഈ സുധാകരനെ പുറത്താക്കിയ തെറ്റായ നടപടിയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം അത്രയ്ക്ക് ഹുങ്കും അഹങ്കാരവുമാണ് വി ഡി സതീശനുള്ളത്. അത് വെള്ളാപ്പള്ളി പറഞ്ഞത് 100% കറക്റ്റാണ്. അദ്ദേഹം ചില സമയത്ത് ചില വാക്കുകൾ പറയുന്നത് സത്യത്തിലേക്ക് വരെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. നമ്മൾ അപ്പോഴ് ഇദ്ദേഹത്തിന് എന്തോ ആണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒരു 6 മാസം 1 വർഷവും കഴിയുമ്പോഴാണ് വെള്ളാപ്പള്ളി ദീർഘവീക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്. വെള്ളാപ്പള്ളി 1.5 വർഷത്തിന് മുമ്പേ പറഞ്ഞു വി ഡി സതീശൻ കോൺഗ്രസ്സിന് യോജിച്ച ആളല്ലെന്ന് പറഞ്ഞ ഏക സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ്. അതുപോലെ സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി നമ്മുടെ വി ഡി സതീശനെ പോലുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഭൂഷണമുള്ള ആളല്ല, അതിനുള്ള ക്വാളിറ്റി ഉള്ളതല്ല എന്ന് 2 സമുദായ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് NSS കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും KPCCയുടെ പ്രസിഡൻ്റായിരുന്നപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും നായർ സമുദായ കമ്മിറ്റി പെരുന്ന രമേശ് ചെന്നിത്തലയുടെ കൂടെയാണ്. ഇന്നില്ല. അതുകൊണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് ഇത് ആസൂത്രണം ചെയ്യുന്ന കംപ്ലീറ്റ് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിൻ്റെ ബ്രെയിനാണ് നമ്മുടെ വി ഡി സതീശൻ്റെ ബ്രെയിൻ. ഇപ്പം മാങ്കൂട്ടം പറഞ്ഞില്ല, ഹൂക്കേഴ്സിനെ വെളിയിലാക്കേണ്ട അകത്താക്കേണ്ട കാരണക്കാരൻ ആരാണ്? ഈ വി ഡി സതീശൻ്റെ പല കാര്യങ്ങളും ഇലക്ഷൻ വരുമ്പം ഹൂക്കേഴ്സ് രാഹുൽ മാങ്കൂട്ടം പുറത്തു വിടും. രാഹുൽ മാങ്കൂട്ടത്തിന് ഒത്തിരി റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വിടാത്തത് സാഹചര്യമല്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹൂക്കേഴ്സിൻ്റെ ചില പത്രികകൾ പുറത്തു വരും. ചില കോൺഗ്രസ് നേതാക്കളുടെ ആട്ടം തോലിട്ട ചെന്നായ്ക്കളുടെ പൊയ്മുഖങ്ങൾ വലിച്ചെറിയുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ട് വരണം. ആ പ്രതിനിധിയായിട്ട് വരുവാൻ ഇന്ന് എലിജിബിൾ യോഗ്യൻ ഞാനാണ് എന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്നത് KC വേണുഗോപാലാണ്. അതിനു വേണ്ടിയുള്ള കളിയാണ് ഈ കേരള യാത്രയും കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ KPCCയുടെ മുൻ പ്രസിഡന്റിനെ യോഗ നടപടികൾക്ക് വിളിക്കാത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.